Hi guys, this is Varsha Prajesh signing from Malawi, South Central Africa. Welcome to our channel Janki Devki Vlogs. ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ പാർട്ടി വന്നിട്ട് ഈവനിങ് ഒരു 7-7:30ക്കാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. അപ്പം നമ്മളിതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പകുതി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന്. അപ്പം നമുക്ക് ഇന്ന് അവിടെ ചെന്നിട്ടുള്ള നമ്മളുടെ പാർട്ടി വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ നമ്മളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 7-7:30 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം പിള്ളേരൊക്കെ ഇതാ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ ബർത്ത്ഡേ ഗേൾ പ്ലസ് എൻ്റെ ഫ്രണ്ട്. പഴംപൊരി ഉണ്ടോ? തവ ഫ്രൈ ആണോ പറഞ്ഞത്? വന്നോ ഞാൻ എണീറ്റ് കഥ അല്ലേ. ഇത് നീ ഉണ്ടാക്കിയതാ? എനിക്ക് കിട്ടിയില്ല, ഞാനും എടുത്തുന്നിട്ടെ. ഇല്ല അത് കുഴപ്പമില്ല. എന്ത് കട്ട്ലേറ്റാ? എന്നിട്ട് പറ, നിങ്ങളെല്ലാവരും കിട്ടുന്നത്. നീ കഴിക്കുന്നില്ലേ കട്ട്ലേറ്റ് ഒന്നും? ആരും വന്നില്ല. എന്താ കയ്യില്? പാമ്പുരി. മിന്നു ഇത് കട്ട്ലേറ്റ് ആടാ, കഴിച്ചു നോക്ക്. പഴംപൊരി ആണോ? ജെയിനെ അത് കുഴപ്പമില്ല. ഇവിടെ നമുക്കിങ്ങനെ തവ ഓർഡർ ചെയ്യാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്തതാണെങ്കിൽ ഇതിൽ കുറേ ചിക്കൻ വെറൈറ്റി ഗ്രേവീസ് ഉണ്ടാവും. പ്ലസ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ടിക്കാസ്, അങ്ങനത്തെ ഒരു പ്ലാറ്റർ പോലെ ഫുള്ളായിട്ട് കിട്ടും. അത് നല്ലൊരു ഓപ്ഷനാണ് നമുക്കിങ്ങനെ പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത്. ജന്മദിനമാണ്. കഴിക്കോ? ഇവിടെ ഇന്ന് കഴിക്കോ? കപ്പയും ബീഫോ? ഇതാണ് ഭാര്യ. കഴിച്ചോ. ആ ഡെൻസി എല്ലാരും കഴിക്ക്. കഴിച്ചോട്ടാ. മിന്നുക്കുട്ടി ഇവിടെ പച്ചു. ആ കഴിച്ചോ? ചിക്കനാ? എങ്ങനെയുണ്ട്? പച്ചു രസമുണ്ടോ? രസമുണ്ടോ? എന്താ കഴിക്കണ? എന്താ കഴിക്കുന്ന പറ. നൂഡിൽസ്, ചിക്കൻ. നല്ല രസമുണ്ടോ? സൂപ്പറാണോ? തിന്നോ. ഈ തവ ഇവിടെ സ്റ്റാർട്ടറായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ കോഴ്സ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തവ തിന്നിട്ട് തന്നെ വയറ് ഓൾമോസ്റ്റ് ഇങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്തിരി തവയിൽ നിന്ന് പല ഡിഷസ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്.
നമുക്കിവിടെ ഇങ്ങനത്തെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാർട്ടീസ് ഗെറ്റ് ടുഗെദർ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്കൊരു രസം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടീസൊക്കെ ഉണ്ടാവും. ഒന്നെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാവും, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടാവും. ഇപ്പൊക്കെ പൊതുവേ കുറവാണ് പാർട്ടീസ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത് ഇങ്ങനെ ഉള്ള ഒരു പാർട്ടിയൊക്കെ നടത്തുമ്പോഴാണ്. ചക്കരയാണ് പക്ഷേ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിടൂ. ഫോക്കസ് എല്ലാം തിന്നു അഭിനയിക്കൂ. അങ്ങനെ നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ.
പാച്ചു പാച്ചു ചക്കരെ ചക്കരെ ഡ്രസ് ഇഷ്ടപ്പെട്ടാ പോണോ പോയിക്കോ. ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ കോഴ്സായിട്ടുള്ള നല്ല ചിക്കൻ ബിരിയാണി. സ്റ്റാർട്ടേഴ്സായിട്ടായിരുന്നു മറ്റേ തവയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം തവേൻ്റെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് തന്നെ നമ്മളെ വയറൊക്കെ ഇവിടെ ഫുള്ളായി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി വയറ്റിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടണമെങ്കിൽ ഇത്തിരി നേരം കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമുക്ക് പിന്നെ ഡെസേർട്ടായിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല വാനില ഐസ്ക്രീം. നല്ല കോംബോ അല്ലേ, ഗുലാബ് ജാമുനും വാനില ഐസ്ക്രീമും കൂടി നമുക്ക് ഒരുമിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അതായിരുന്നു കേട്ടോ ഡെസേർട്ടായിട്ട്. പിന്നെ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് മക്കൾക്കൊക്കെ നമ്മൾ ബിരിയാണി ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടെന്ന് എടുത്താൽ മതിയേ, എത്രയും വേണ്ടെന്ന് വെച്ചാൽ എടുത്തോ കേട്ടോ, എടുത്തോ. എടാ അതിലത്തെ പീസ് എടുത്ത് കൊടുക്ക്, ഇതിലത്തെ പിള്ളേർക്കൊക്കെ അതായിരിക്കും വേണ്ടത്. മിന്നു മിന്നു നേരെ പിടിച്ചു കഴിക്കും. നീ കണ്ടായിരുന്നാ? അയ്യോ നിന്റെ തടിപൊളി, നീ അന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നോണ്ട് നിന്നെ കിട്ടി. അതെ അതെ. പോട്ടെ. പോരാ. എടുത്തോ എടുത്തോ. എടുത്തോ. അങ്ങനെ ഇതാ ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാം കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ ഒറ്റ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ഒരു പീസും കുറച്ച് ബിരിയാണിയും ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമായിട്ട്. എന്താണെന്ന് വെച്ചാൽ വയറ്റിൽ വേറെ സ്പേസ് ഇല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി കുറേ കഴിച്ചു കാര്യങ്ങളൊക്കെ, സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ.
അതുകൊണ്ട് ഞാൻ ഇത്തിരി ബിരിയാണി ഇതാ എടുത്തിട്ട് കഴിക്കാൻ പോവാണ്. കുറച്ച് മതി കേട്ടോ. ഗുലാബ് ജാമുൻ ആരുണ്ടാക്കിയേ? എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ടുള്ള കത്തിയടിയാണിത്. അപ്പം ഞങ്ങൾ കുറേ നേരം പിന്നെ ഇരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. അതിന് ശേഷം ഇതാ ഒരു 11 മണി 11:30 ആയി ഞങ്ങളിതാ വീട്ടിലേക്ക് പോകേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു പാർട്ടിയാണ് കേട്ടോ ഇത്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.